നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടെ വന്ദനം. നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും ജീവനോടും ഭക്തിയോടും ശക്തിയോടും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ സൂക്ഷിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘനാളുകളായി നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ദൈവവചന വേദഭാഗം പത്രോസ് എഴുതിയ 1-2 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. പഴയ നിയമ ഇസ്രായേൽ പുരോഹിതവർഗം, പുതിയ നിയമ ഇസ്രായേൽ രാജകീയ പുരോഹിതവർഗം. പഴയ നിയമ ഇസ്രായേൽ ലേവി ഗോത്രക്കാരുടെ മാത്രം ശുശ്രൂഷയിൽ ദൈവത്തെ സേവിച്ച പുരോഹിതവർഗം. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവനായി നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗം. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർഭാഗം ചിന്തിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ അവർക്ക് കൊടുത്ത 10 കൽപ്പനകൾ. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലുമാണ് കാണുന്നത്. ബാക്കി ലേവ്യ പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായം മുതൽ ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനം വരെ കാണുന്ന 3 ഗ്രന്ഥങ്ങളിൽ അഥവാ 3.5 ഗ്രന്ഥങ്ങളിൽ കാണുന്ന സകല പ്രമാണങ്ങളും ഈ 10 കൽപ്പനകളുടെ വിവരണവും അതിൻ്റെ വികസന രൂപങ്ങളും മാത്രമാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നു 10 കൽപ്പനകൾ. ഒന്നാമത്തേത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത്. 3-ാമത്തെ കൽപ്പന, യഹോവയുടെ നാമം വൃഥാ നിങ്ങൾ എടുക്കരുത്. 4-ാമത്തെ കൽപ്പന, ശബ്ബത്തിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കണം. 5-ാമത്തെ കൽപ്പന, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. 6-ാമത്തെ കൽപ്പന, കൊല ചെയ്യരുത്. 7-ാമത്തേത്, വ്യഭിചാരം ചെയ്യരുത്. 8-ാമത്തേത്, മോഷ്ടിക്കരുത്. 9-ാമത്തേത്, കള്ളസാക്ഷ്യം പറയരുത്. 10-ാമത്തേത്, മോഹിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉള്ള 10 കൽപ്പനകളാണ് ലേവ്യ പൗരോഹിത്യത്തിന് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുവാൻ കൊടുത്ത 10 കൽപ്പനകൾ. തുടർന്ന് അതിൻ്റെ വ്യവസ്ഥാപിതമായ വ്യാഖ്യാനം നമുക്ക് അത്യല്പമായി ശ്രദ്ധിക്കാം. ലേവ്യ പൗരോഹിത്യത്തിൽ നിലനിന്നിരുന്ന പഴയ നിയമ ഇസ്രായേൽ ജനങ്ങൾക്ക് നിത്യമായി ആചരിച്ച് അനുഷ്ഠിക്കേണ്ടതിന് നിത്യനായി ദൈവം കൊടുത്ത നിത്യമായ കൽപ്പനകളാകുന്നു 10 കൽപ്പനകൾ. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അടുത്തതായി, മോശയുടെ ന്യായപ്രമാണം എന്ന് വിശേഷണനാമം ഉള്ള തോറയിൽ, ആ പദം എബ്രായ പദമാണ്, തോറയിൽ കാണുന്ന കൽപ്പനകൾ എല്ലാം 10 കൽപ്പനകളുടെ വികസിത പ്രമാണങ്ങൾ അത്രേ. എന്നാൽ മുകളിൽ നാം കാണുന്ന 10 കൽപ്പനകളും അവയിൽ കൂടെയുള്ള അനുബന്ധ പ്രമാണങ്ങളും മോശെ മുഖാന്തരം അവർക്ക് കൊടുത്ത ദൈവം ജഡാവതാരം ചെയ്തപ്പോൾ അവ 10നെയും തീർത്തും സംക്ഷിപ്തമാക്കി രത്നച്ചുരുക്കമാക്കി ഒരു കൽപ്പനയാക്കി രാജകീയ പുരോഹിതവർഗമായ നമുക്ക് തൻ്റെ ഇഷ്ട അപ്പസ്തലന്മാരുടെ കൈവശം കൊടുത്തിരിക്കുന്നു. അത് എന്താകുന്നുവെന്ന് കാണുക. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന, ന്യൂ കമാൻഡ്മെൻറ്റ്. അതിനെ യവന ഭാഷയിൽ എഴുതിയിരിക്കുന്ന പദം കൈനേൻ എൻറ്റോലേൻ. കൈനേൻ എന്ന പദം പുതിയത് എന്നും എൻറ്റോലേൻ എന്ന് പറഞ്ഞാൽ പ്രമാണം, കൽപ്പന, വ്യവസ്ഥ എന്നും ഒക്കെയാകുന്നു. അതോ എന്താകുന്നു? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഒറ്റ കൽപ്പനയ്ക്കുള്ളിൽ ഈ 10 കൽപ്പനകളും മറ്റ് വികസിത രൂപങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മോശയ്ക്ക് കൽപ്പന കൊടുത്ത അതേ ദൈവം പുതിയ നിയമത്തിൽ ജഡത്തിൽ അവതരിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഇവിടെ ഈ പുതിയ കൽപ്പന തന്നെ
ദൈവപുത്രൻ കേവലം സിദ്ധാന്തവും സാരോപദേശവും പ്രസംഗവുമായിട്ടല്ല കൊടുത്തത്. മറ്റു പല മതാചാര്യന്മാരും ഗുരുക്കന്മാരും മതസ്ഥാപകന്മാരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പ്രായോഗികമായി ചെയ്യാതെ കേവലം അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ രക്ഷകൻ അങ്ങനെയല്ല ചെയ്തത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. എങ്ങനെയാണ് പിന്നെ കൊടുത്തത്? പ്രത്യുത പ്രായോഗികത വെളിപ്പെടുത്തിയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, കർത്താവ് തനിക്കുള്ളവരെ ആദിയിൽ എന്നവണ്ണം അവസാനം വരെ 2 പാരലലൈൻ സമാന്തര രേഖകൾ തമ്മിൽ തമ്മിൽ തൊടാതെ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത് പോലെ നിത്യനായ ദൈവം മാനവരാശിയോടുള്ള സ്നേഹം ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് അന്തമില്ല. ഇന്നും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന് 7-ലും 8-ലും വിശുദ്ധ പൗലോസ് തന്നെ എഴുതിയത്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും മരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ നാമോ പാപികളായിരിക്കയിൽ തന്നെ, ദൈവത്തിന് ശത്രുക്കളായിരിക്കയിൽ തന്നെ നമുക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിൽ കൂടി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. അന്ന് ഗോൽഗോഥ മലയിൽ ക്രൂശീകരിച്ചപ്പോൾ ഭയവിഹുലരായി ദൂരെ നിന്ന ശിഷ്യന്മാർക്കും മാത്രമല്ല, 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മാത്രമല്ല, തൻ്റെ ശരീരം അടക്കം ചെയ്യുവാൻ സ്വന്തം കല്ലറ വിട്ടുകൊടുത്ത യോസേപ്പിനെ മാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരെ മാത്രമല്ല, യുഗായുഗങ്ങളായി ദൈവത്തെ സേവിച്ചു വരുന്ന എല്ലാ വ്യക്തികളെയും, ഗോത്രങ്ങൾ, ജാതികൾ, ഭാഷകൾ, വംശങ്ങളില്ലാതെ നാനാഭാഗത്തുമുള്ള സകലരെയും ഒരുപോലെ സ്നേഹിച്ച ആ നിത്യസ്നേഹമാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തിയത്. എന്നിട്ട് താൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തു, ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം. ഇന്നത്തെ ആത്മീയഗോളത്തിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ സ്വയം ശോധന ചെയ്യണം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെയാകുന്നുവോ നാം നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ അയൽക്കാരെ? തുടർന്ന് ചിന്തിപ്പാൻ പോകുകയാണ്. നമ്മളുമായി അടുത്ത് പരിചയമുള്ളവരും ദൂരെയുള്ളവരും, നമുക്ക് മിത്രങ്ങളും ശത്രുക്കളും അടുത്തുള്ളവരും ദൂരത്തുള്ളവരും ആയിരിക്കുന്നവരെ സ്നേഹിക്കുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ദൈവപുത്രൻ രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭയ്ക്ക് സ്നേഹത്തെ അടിസ്ഥാനമാക്കി കൊടുത്ത ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക. ദൈവപുത്രൻ നേരിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യം, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അതേ വാക്യം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ലും. മത്തായി യഹൂദജനവും ലൂക്കോസ് യവനജനവും ആകുന്നു. ഭൂമിയുടെ ഭൂപടത്തിൽ ഒരു പൊട്ടുപോലെ മാത്രം ശേഷിക്കുന്നതും അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് മാത്രമുള്ള ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജീവിതം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ലോക സാമ്രാജ്യമായിരുന്ന യവന ലോകത്തിൽ വിസ്തൃതമായി കിടക്കുന്ന ലോകത്തുള്ള സകല ജാതി മതസ്ഥരുടെയും നടുവിൽ ലൂക്കോസ് പറഞ്ഞു ആ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. രണ്ടാമത് മത്തായി എഴുതിയ സുവിശേഷം 5:43 നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നിന്റെ അയലത്ത് വസിക്കുന്നവനെയും സ്നേഹിക്കണം. മൂന്നാമത് സ്നേഹത്തെ സംബന്ധിച്ച് ദൈവപുത്രൻ കൊടുത്തിരിക്കുന്ന പദം നമ്മൾ വായിച്ചും പഠിച്ചും ചിന്തിച്ചും കഴിഞ്ഞു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. പാസ്റ്റർ വിശ്വാസികളെയും വിശ്വാസികൾ തമ്മിലെയും നടത്തുന്നവർ നടത്തപ്പെടുന്നവരെയും എല്ലാവരെയും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 14:15 ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരാണ് ദൈവത്തെ കൽപ്പനകൾ കാത്തുകൊള്ളുന്നതെന്നും മറന്നു പോകരുത്. എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവകൽപ്പനകളെ കാക്കുന്നില്ലാത്തവൻ ആരായാലും ശരി ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തെ സംബന്ധിച്ച് ദൈവപുത്രൻ കൊടുത്തിരിക്കുന്ന അടുത്ത ഉപദേശം, സ്നേഹിതനു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം വേറെങ്ങുമില്ല. ഇതും പ്രായോഗികതയോടുകൂടെ കർത്താവ് തെളിയിച്ചു കൊടുത്തതാണ്. തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്തു, തൻ്റെ രക്തം ചിന്തി മരിച്ചു.
സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് അപ്പോസ്തലന്മാർ ആർക്കും ഇല്ല തന്നിരിക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാർ എല്ലാവർക്കും കൊടുത്ത ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക. 1, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 12:19. അതിൽ കാപട്യം വേണ്ട, അതിൽ വെറും പുറമൂടി വേണ്ട, നിർവ്യാജം, വ്യാജമില്ലാത്തതായിരിക്കട്ടെ. അടുത്തത് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ ഏത് കൽപ്പനയും സംക്ഷേപിച്ചിരിക്കുന്നു. ഒറ്റ കൽപ്പന മതി, അതിനകത്ത് സകല കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 13:9. ഇതും വിശുദ്ധ പൗലോസ് ദൈവസഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക്, ലോകത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന റോമ സാമ്രാജ്യത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും, വിശേഷാൽ കേന്ദ്രീകരിച്ചു പറയുവാനാണെങ്കിൽ റോമ പട്ടണത്തിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുകയാണ്. പട്ടണത്തിൽ നിന്നായിരുന്നുവല്ലോ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാന കൊട്ടാരത്തിൽ നിന്ന് കൽപ്പനകൾ മുഴുവൻ പുറപ്പെട്ടത്. അപ്പോൾ റോമയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയിട്ട് പറഞ്ഞു, അവിടെ നിന്ന് രാജകീയ കൽപ്പന ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും കടന്നു പോകുന്നത് പോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ ഏത് കൽപ്പനയും സംക്ഷേപിച്ചിരിക്കുന്നു. അടുത്തത്, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ സഹോദരന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ദോഷം പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, ചിന്താമണ്ഡലത്തിൽ കൂടി കടന്നു പോകുന്ന ഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് സ്നേഹമുള്ളവരല്ല. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 13:10. റോമ പൗരനെ സംബന്ധിച്ച് ആ രാജ്യത്തിൽ, ആ സാമ്രാജ്യത്തിൽ വസിക്കുന്ന എല്ലാ പൗരന്മാരും അവരെ പോലെയുള്ളവരാകുന്നുവെന്ന ഒരു ധാരണ, ഒരു വിശ്വാസം, ഒരു ആശയം അവരെല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു റോമാ പൗരനും മറ്റൊരു റോമാ പൗരന് യാതൊരു ദോഷവും ചിന്തിച്ചില്ല എങ്കിൽ സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന നമ്മളുടെ സഹപൗരന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ദോഷമൊന്നും ചിന്തിക്കരുത്. അടുത്തത്, സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ. കണ്ടോ, ന്യായപ്രമാണത്തിൽ പുറപ്പാട് പുസ്തകം 1 മുതൽ 20 മുതൽ 17 വരെ കൊടുത്തിരിക്കുന്ന ആ 10 ശ്രേഷ്ഠ കൽപ്പനകളുടെ നിവർത്തിയാണ് ദൈവസ്നേഹം. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ നിവർത്തി അത്രേ. യോഹന്നാൻ 13:34 കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 13:10 വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിച്ചിട്ടില്ല എന്ന് വിശുദ്ധ പൗലോസ് തന്നെ തത്വജ്ഞാനികളാൽ നിറഞ്ഞിരുന്ന, ധനാഢ്യന്മാർ നിറഞ്ഞിരുന്ന കൊരിന്തിലെ പട്ടണത്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 ലേഖനം 2 വ്യക്തമാക്കി. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ ദൈവം അവനെയും സ്നേഹിക്കുന്നു. അപ്പം ദൈവസ്നേഹവും വിശുദ്ധന്മാരുടെ നടുവിലുള്ള സ്നേഹവും ഒരു 1 വേ ആക്ടിവിറ്റി അല്ല, ഇറ്റ്സ് എ 2 വേ ആക്ടിവിറ്റി. ദൈവം നമ്മെ സ്നേഹിച്ചു, നാം ദൈവത്തെ സ്നേഹിക്കുന്നു, നാം നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥത ശോധന ചെയ്യുക. കൊരിന്ത്യർക്ക് എഴുതിയപ്പെട്ട 2 ലേഖനം 8 അടുത്തത് വീണ്ടും തുടരുകയാണ്. സ്നേഹത്താൽ വ്യാപരിക്കുന്നതത്രേ വിശ്വാസം. വിശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്, പക്ഷേ അത് സ്നേഹത്തിൽ കൂടെ വ്യാപരിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അടുത്തത് തുടരുകയാണ് വിശുദ്ധ പൗലോസ്. സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. നാം സ്നേഹിക്കുന്നതും നന്ന്, സേവിക്കുന്നതും നന്ന്, പക്ഷേ അത് സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കുക, നിർബന്ധം കൊണ്ടല്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അടുത്ത തുടരുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ സാരാംശം എന്താകുന്നുവെന്ന് 1 ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കഴിയുമ്പോൾ വ്യക്തമായി പഠിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 ആത്മാവിൻ്റെ സൽഫലങ്ങൾ 9, അതിൽ 1 സ്നേഹമാകുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം എന്ന് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് തൻ്റെ ലേഖനം 3 വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മൾ വേരൂന്നണം. ഏതിൽ? ദൈവസ്നേഹത്തിൽ. നമുക്ക് അടിസ്ഥാനം വേണം. ഏതിൽ? ദൈവസ്നേഹത്തിൽ. അടിസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകും.
ഇപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണം എന്ന് എഫെസ്യർ 3:19 എഴുതിയിരിക്കുന്നു. അല്പകാലം നമ്മൾ സ്നേഹിച്ചതുകൊണ്ടല്ല, ക്യാരി ഓൺ കണ്ടിന്യൂയിങ് ലവിങ് ഈച്ച് അതർ, തുടർന്നും സ്നേഹിക്കുക. അതിനുവേണ്ടി നമ്മൾക്ക് പ്രാപ്തി ഉണ്ടാകണം. അടുത്ത് പറയുന്നു, സ്നേഹത്തിൽ അന്യോന്യം പുറത്ത് ആത്മാവിൻ്റെ ഐക്യത കാക്കണം. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വന്നാൽ അത് അന്യോന്യം പൊറുക്കണം എന്ന് പറഞ്ഞാൽ അന്യോന്യം ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രമേ ഐക്യത കാക്കുവാൻ കഴിയുകയുള്ളൂ. അത് വിശ്വാസികൾ തമ്മിൽ ഓർത്തു വേണം ഇടപെടുകയും പെരുമാറുകയും ചെയ്യേണ്ടതെന്ന് വിശുദ്ധ പൗലോസ് തന്നെ എഫെസ്യർക്ക് എഴുതിയ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ പറഞ്ഞ ഒരു പദം നമ്മൾ ഈ പട്ടത്വ സഭകളും മറ്റും ഈണം കൊടുത്ത് നീട്ടിപ്പാടാറുണ്ടല്ലോ. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് വേറെ ഒരുവൻ വന്ന് വേറെ ഒരു സുവിശേഷം അറിയിച്ചാൽ എന്ത് ചെയ്യുവാനാണ്? ഈ അന്ത്യകാലത്ത് വന്നിരിക്കുമ്പോൾ അറിയിച്ചതിനെയെല്ലാം നമ്മൾ തൊഴിച്ചു കളഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ളതിനെയൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തിൽ അന്യോന്യം പുറത്ത് ആത്മാവിൻ്റെ ഐക്യത കാക്കണം എന്ന് എഫെസ്യർക്ക് എഴുതിയ 4-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചു ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തുവിൽ വളരണമെങ്കിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ഒളിച്ചുവെച്ചും കളിപ്പിച്ചും കാപട്യം പറഞ്ഞുമുള്ള കപട സ്നേഹം വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകരുത്. എഫെസ്യർക്ക് എഴുതിയ 4-ാമത്തെ വാക്യം വായിപ്പാനും ശ്രദ്ധിപ്പാനും വ്യാഖ്യാനിപ്പാനും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നിങ്ങൾക്കും പ്രാപ്തി ഉണ്ടല്ലോ. അല്പസമയം ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇരുന്ന് ഒന്ന് ധ്യാനിച്ച് സ്വയം ശോധന ചെയ്ത് എന്നിലുണ്ടെന്ന് പറയുന്ന, ഞാൻ കാത്തു സൂക്ഷിച്ചുവെന്ന് ഞാൻ കരുതുന്ന സ്നേഹം എങ്ങനെയുണ്ട് എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യണം. അടുത്തത്, സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. അപ്പം നാം വളർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വളർച്ചയും പ്രാപിക്കണം. നാം സ്നേഹിച്ച് വളർച്ച പ്രാപിക്കണം. ദൈവത്തെ സ്നേഹിക്കുകയും തിരിച്ച് നമ്മുടെ കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ ആത്മീയ വളർച്ചയ്ക്കായി ഒരു പ്രത്യേക ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ വാക്യം. എന്നിട്ട് പറയുകയാണ്, ഇനിയും വേണം നിങ്ങൾ സ്നേഹത്തിൽ നടക്കേണ്ടത്. എഫെസ്യർ 5:2. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടു കൂടിയ സ്നേഹം ഉളവാകണം. എഫെസ്യർ 6:23 പറയുന്നു. വീണ്ടും തുടരുകയാണ്, നിർത്തുന്നില്ല സ്നേഹത്തെ സംബന്ധിച്ച്. സ്നേഹം മേൽക്കുമേൽ സകല വിവേകത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിക്കണം. ഫിലിപ്പിയർ 1-ാമത്തെ വാക്യം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്റ്റാഗ്നേറ്റ് ചെയ്യരുത്. അത് മേൽക്കുമേൽ വർദ്ധിക്കണം. ഇന്നലത്തെക്കാട്ടിൽ ഇന്നും, ഇന്നത്തെക്കാട്ടിൽ നാളെയും. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുയേശുവിൽ വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ, വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, നമുക്ക് സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും തോറും നമുക്ക് ആശ്വാസവും വർദ്ധിക്കും എന്ന ദൈവവചനത്തിൻ്റെ വിശിഷ്ട കൽപ്പനകളും മർമ്മങ്ങളും മറക്കരുത്. അടുത്ത്, വിശുദ്ധന്മാരിൽ സ്നേഹത്തിൻ്റെ ഏകത്വം ഉണ്ടാകണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ വാക്യം. നമ്മളുടെ ഐക്യത വെളിപ്പെടേണ്ടത് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നു എന്നുള്ളതിലാണ്. സ്നേഹത്തിൽ ഏകീഭവിക്കണം. കൊലോസ്യർ 2:2. സ്നേഹം വർദ്ധിക്കണം. തെസ്സലോനിക്കരുടെ 1-3:12. സ്നേഹത്തിനു വേണ്ടി പ്രയത്നം ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. തെസ്സലോനിക്കരുടെ 1-3 വാക്യം. ഒരു വിശ്വാസി സ്നേഹം എന്ന കവചം ധരിക്കണം. തെസ്സലോനിക്കരുടെ 1-5. കർത്താവിൽ അധ്വാനിക്കുന്നവരെ സ്നേഹത്തോടെ പരിചരിക്കണം. തെസ്സലോനിക്കരുടെ 5-13 വാക്യങ്ങൾ. ദ്രവ്യത്തോടുള്ള സ്നേഹം വിട്ടകന്നുകൊള്ളണം. തിമോഥെയോസിന്റെ 6:11. സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത് എന്നും മറന്നു പോകാതെ വേണം ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്ന് തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 1-7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമ്മിൽ വ്യാപരിക്കുന്ന സ്നേഹം എങ്ങനെയുള്ളതെന്ന് ശോധന ചെയ്യുക. കർത്താവെ, വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിൻ്റെ അതിശ്രേഷ്ഠത വെളിപ്പെടുത്തി തന്ന കർത്താവിൻ്റെ നാമത്തിൽ അടിയങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.